നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു go.ev എന്നുള്ള ആ ഒരു ലെറ്ററിങ് കണ്ടോ? അതെന്ന് പറയുന്നത് ഒരു ഡൊമൈൻ നെയിമാണ്. അതായത് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു വണ്ടിയുടെ ഡൊമൈൻ നെയിമാണത്, go.ev. ടിയാഗോയ്ക്ക് ശരിക്കും ഒരു റിലവൻസ് ഉണ്ട്, ഒരു വലിയ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ നിരത്തിൽ. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നിരത്തുകളിൽ ടെസ്ല ഇല്ലെങ്കിൽ കൂടി ഇലക്ട്രിക് കാറുകളുടെ വൈവിധ്യങ്ങളുണ്ട്. അതായത് റേവോ വന്ന കാലം അവിടെ നിന്ന് അങ്ങോട്ട് E2 ഉണ്ടായി, മഹീന്ദ്രയുടെ ഈവറിറ്റോ, അതുപോലുള്ള ഒരുപാട് വണ്ടികൾ നമ്മൾ കണ്ടെങ്കിൽ കൂടി അന്നൊന്നും ഈക്ക് അത്ര ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള നെക്സോൺ പോലുള്ള വണ്ടികൾ വന്നു. അതല്ലാതെ കുറച്ചുകൂടി കോസ്റ്റ് കൂടിയ വണ്ടികളാണെങ്കിൽ MG-ZS ഉണ്ട്. ലക്ഷറി സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത് ഓടിച്ച വോൾവോ XC40 റീചാർജ്, അതുപോലെ E-ട്രോൺ, അതുമല്ലെങ്കിൽ EQS എന്ന് പറയുന്ന വണ്ടിയിൽ നിന്ന് ആ ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ EVയുടെ ഒരു വൈവിധ്യം ഉണ്ടെങ്കിൽ കൂടി സാധാരണക്കാരന് ശരിക്കും ഇലക്ട്രിക് വെഹിക്കിൾസ് തീണ്ടാപ്പാടകലായിരുന്നു. തീണ്ടാപ്പാടകല എന്നുള്ള വാക്കിലൊരു ഇത്തിരി എന്താ പറയുക പൊളിറ്റിക്കൽ കറൻസ് ഉണ്ടോ സംശയമുണ്ട്. കാരണം അന്ന് പണ്ടത്തെ കാലത്തൊരു വാക്ക് ഉപയോഗിച്ചു വന്നേ ഉള്ളൂ. ഇപ്പോൾ അതിനത്ര വലിയ പ്രാധാന്യമില്ല ചിലയിടങ്ങളുണ്ടെങ്കിൽ കൂടി. എന്നാലും കേരളത്തിൽ അങ്ങനെ അധികം ഒരു തീണ്ടാപ്പാടകല എന്നുള്ള കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സാധാരണക്കാരന് EV എന്നുള്ളത് സ്കൂട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ റിവോൾട്ട് പോലുള്ള ബൈക്കോ ഒക്കെ വാങ്ങി ആഗ്രഹം തീർക്കേണ്ടുന്നൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നെക്സോൺ വാങ്ങണമെങ്കിൽ തന്നെ 16 ലക്ഷം രൂപയ്ക്ക് വേണം. 16 ലക്ഷം രൂപ പറഞ്ഞാൽ സാധാരണക്കാരൻ അത്ര ഒരു ചെറിയ എമൗണ്ട് അല്ല. കാരണം ഒരു കാലത്ത് ഇപ്പോൾ ഒരുപാട് കാലം മുമ്പായില്ല കേട്ടോ, 2017-16 ആ കാലഘട്ടത്തിൽ ഞാൻ വണ്ടി മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 8,45,000 രൂപയ്ക്ക് ഒരു ഡീസൽ ടൈറ്റാനിയം വണ്ടി എനിക്ക് മേടിക്കാൻ പറ്റി. അന്ന് ഓൾട്ടോ മേടിക്കാൻ 4 ലക്ഷം രൂപ താഴെയായിരുന്നു. അതുപോലെ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് നല്ല കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള കാറുകളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്ന് അതല്ല സംഗതി. അന്ന് ഒരു 8-9 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങുന്ന ആളുകൾ ഇന്ന് അവരുടെ ബഡ്ജറ്റിനകത്ത് വണ്ടി എന്ന് പറയുന്നത് 10 മുതൽ 20 ലക്ഷം രൂപ വരെയാണല്ലോ. അപ്പോൾ ഡീസൽ വണ്ടികളുടെ കുറവുണ്ട്. കാരണം DPF പോലുള്ള കാര്യങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. പെട്രോൾ ആണെങ്കിൽ ഇപ്പോൾ ഹൈബ്രിഡ് പോലുള്ള വണ്ടികൾ വരികയാണ്, ഇറ്റരയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാരന് കയ്യെത്തി പിടിക്കാവുന്ന ഒരു വിലയിൽ ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ EV ലോഞ്ച് ചെയ്തെന്നുള്ളതിനാണ് ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇന്നിവിടെ കാണുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസറി പ്രൈസ് ആണെന്ന് പറയുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 10,000 പേർക്കാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടാമെന്ന് പറയുന്നു. എന്നാൽ കൂടി നമുക്കൊരു 9 ലക്ഷം രൂപ താഴെ എക്സ്ഷോറൂം പ്രൈസുള്ള ഒരു EV വന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്രോൾ കൗണ്ടർ പാടാം. പെട്രോൾ ടിയാഗോയിൽ നിന്നും കാര്യമായിട്ടൊരു വില വ്യത്യാസമില്ലാണ്ട് ഇലക്ട്രിക് ടിയാഗോ കിട്ടുമെന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ഇപ്പോൾ പഞ്ചിറക്കുമോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ വണ്ടികൾ വരുമോ, ആൾട്രോസിൻ്റെ EV വരുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതൊന്നുമല്ല, ടിയാഗോയാണ് ടാറ്റ മോട്ടോഴ്സ് സാധാരണക്കാരെ കൊണ്ടുവന്ന EV, സാധാരണക്കാർക്കായി കൊണ്ടുവന്ന EV. അപ്പോൾ ആ EV ഇന്നിവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ലോഞ്ചിങ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ആ വണ്ടി ചുറ്റി നടന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഒരു ട്രാക്ക് അവർ ആ ഒരു ഹോളിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ ഒന്ന് ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ടിയാഗോ EV എക്സ്പീരിയൻസ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 45 മിനിറ്റ്സാണ് നമുക്ക് ആ വണ്ടിക്ക് തന്നിട്ടുള്ളത്. എന്നാലും ആ ഒരു 45 മിനിറ്റ്സിൽ കാണിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കാം, പറയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ഇപ്പോൾ 2 റേഞ്ച് ഓപ്ഷൻസുള്ള 2 മോഡലുകളുണ്ട്. 2 മോഡലെന്ന് പറയാം, വേരിയൻറ്റുകളല്ല ഞാൻ പറഞ്ഞത്. 2 മോഡലുകളുണ്ട്. ബാറ്ററി ബാക്കിൻ്റെ ഒരു കുറവും മോട്ടറിൻ്റെ പവർ വ്യത്യാസം കൂടി 2 മോഡലുകളുണ്ട്. ആ 2 മോഡലുകളുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് ടിയാഗോ ഡേ ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് മാത്രമല്ല നമ്മുടെ ഒരു ഇലക്ട്രിക് വാഹനങ്ങളിൽ കണ്ണോടിച്ച് നിൽക്കുന്ന ആളുകൾക്ക്, അതായത് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, പ്രാധാന്യമുള്ള ഒരു ദിവസമാണെന്ന്. അപ്പോൾ ആ ഒരു ദിവസത്തിലാണ് നമ്മളെന്നുള്ളത് ടിയാഗോ EV go.ev. അപ്പോൾ നമുക്ക് go.ev. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഡൊമൈൻ നെയിമാണ് go.ev എന്നുള്ളത്. ഡൊമൈൻ എന്ന് പറയുമ്പോഴേ ഒരു വെബ് ഡൊമൈൻ അല്ല. നമ്മൾ IT ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ പറയുമ്പോൾ ഡൊമൈൻ്റെ കാര്യമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ആ ഒരു .ev എന്ന് വെച്ചിട്ട് പറയുന്നത്. ഇപ്പോൾ ടിയാഗോ.ev, അതുപോലെ എന്താ പറയുക power.ev, അതുപോലെ go.ev. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ ഡൊമൈൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. അതായത് സാധാരണ ടിയാഗോയിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. ശരിക്കും EV ആക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ ഒരു ട്രൈ ആരോ ഡിസൈൻ ആണെങ്കിലും, അതല്ലാതെ ഈ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഈ ഒരു ഗ്രില്ല് പോലെ കൊടുത്ത ഈ ഭാഗത്ത് കൊടുത്ത ഈ ആരോ ആണെങ്കിലും, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണെങ്കിലും, ഈ ബ്ലൂ കളർ EVക്കുള്ളൊരു സിഗ്നേച്ചറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും ഈ ഒരു EV അല്ലെങ്കിൽ ടിയാഗോ EVയിൽ കണ്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആ റോഡിൻ്റെ മുഖച്ഛായ മാറ്റാൻ തക്കവണ്ണം ഒരു ക്യാപ്പബിളായിട്ടുള്ള EV ആണിത്. അതായത് ഒരു സാധാരണക്കാരൻ്റെ EV. ഈ ഒരു ടിയാഗോ EVയുടെ ഈ ഒരു കളർ ഒരു പുതുമയാണ്. അതായത് ഈ ഒരു കളർ നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു പഞ്ചിലാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈനും, ആ ഒരു പിയാനോ ബ്ലാക്ക് കാണുന്ന ആ ഒരു ട്രൈ ആരോ ഡിസൈനും, കൂടാതെ ഈ ഒരു സ്മോക്ക് ചെയ്ത ഭാഗവും, പിന്നെ വലിയ ബമ്പറിൽ കൊടുത്തുള്ള ആ DRലും, ആ DRലിൻ്റെ ഇരുവശത്തും കാണുന്ന ഫോഗ് ലാമ്പിന് ചുറ്റും കൊടുത്ത ആ ഒരു നീല കളറും, താഴെ കാണുന്ന ആ ഒരു ട്രൈ ആരോസും ഒക്കെ തന്നെയാണ് ടിയാഗോ EVയുടെ ആ ഒരു മാറ്റങ്ങളായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ CNG വന്നപ്പോൾ കണ്ടു, CNGക്കകത്ത് കുറച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു EV വന്നപ്പോഴും ഒരിത്തിരി മാറ്റങ്ങൾ വണ്ടിക്കകത്തുണ്ട്. വശങ്ങളിലാണെങ്കിൽ ഈ ഒരു വീലെന്ന് പറയുന്നത് ഹൈപ്പർ വീൽസാണ്. ഇത് വീൽ കപ്പാണ്, അല്ലാണ്ട് വീലല്ല. അതായത് ഹൈപ്പർ വീൽസാണ്, വലിയ വീലാണ്. വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 175/65 R14
മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആ ഒരു കോമ്പിനേഷൻ മാറ്റമൊന്നുമില്ല. EV എന്നുള്ള ബാഡ്ജാണ് ശരിക്കും ഈ ഒരു കളറിനപ്പുറം ഈ ഒരു വണ്ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡൊമൈൻ എന്ന് പറയുന്ന ഡോട്ട് എന്ന് പറയുന്ന കാര്യം, .ev എന്ന് പറയുന്ന കാര്യം കേട്ടോ. .ev എന്നുള്ള ഒരു ഡൊമൈൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു വെബ് ഡൊമൈൻ അവൈലബിൾ അല്ല. അങ്ങനൊരു ഡൊമൈൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എടുക്കുന്നത് ടിയാഗോ EV ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഗ്രേ ഫിനിഷും കാണാൻ ഭംഗിയുണ്ട്, കൂടാതെ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊള്ളാം. ഡോറിൻ്റെ മുകളിൽ ആ ഒരു ക്രോം എലമെൻറ്റുകളുണ്ട്. ഇത് ആ ഒരു റിക്വസ്റ്റ് സെൻസറാണ്. വശങ്ങളിൽ വേറെ കാര്യമായിട്ട് മാറ്റണം തന്നെയില്ല. ഇപ്പോൾ മുകളിൽ ആ ഒരു ബ്ലാക്ക് റൂഫ് കാണാം. ഇത് ഒരു 2 കളർ വണ്ടിയാണ്, ഡുവൽ ടോണാണ്. ആ ഒരു ബ്ലാക്ക് റൂഫിൻ്റെ കാര്യം ആ ഒരു പിന്നിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നിൽ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ, ഈ ഒരു സ്പോയിലറിന് ഇരുവശത്തും ആ ഒരു പീസ് കണ്ടോ. ഇത് പണ്ട് ടിയാഗോ ഇറങ്ങിയപ്പോൾ ഞാൻ പറയുന്നതാണ്, കാണാൻ ഭംഗിയുള്ളൊരു കാര്യമാണെന്നുള്ളത്. ടെയിൽ ലാമ്പിൽ കാര്യമായി മാറ്റമൊന്നുമില്ല. കൂടാതെ വലിയ ബമ്പറാണ്. ബമ്പറിലും ആ ഒരു ചെറിയ കട്ടിങ് കാര്യങ്ങൾ അതിന് കാണാം. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ ഓപ്ഷൻ കൂടിയുണ്ട്. ശരിക്കും ഇത് ടിയാഗോ EV അല്ല, ടിയാഗോ .ev ആണ് കേട്ടോ. അത് പറയേണ്ടതുണ്ട്. ടിയാഗോ .ev എന്നാണ് ടിയാഗോയുടെ ആ ഒരു പേര്. അപ്പോൾ ടിയാഗോ EV എന്ന് പറയാൻ പറ്റില്ല, ടിയാഗോ .ev എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി പിന്നിൽ ആ ഒരു റിയർ വൈപ്പറും അല്ലെങ്കിൽ ഡിഫോറൊക്കെ തന്നെ കാണാം. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ലക്സ് മോഡലാണ്, LUX മോഡലാണ്. അത് ലക്ഷറിയുടെ. ഇനി ഈ ഒരു ടിയാഗോ എന്ന് പറയുന്ന വണ്ടി തുറന്നു കഴിയുമ്പോഴും നമുക്ക് അകത്താണെങ്കിലും ഈ ഒരു ലെതററ്റ് അപ്പോൾസറി എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് കിട്ടും. അതായത് ഈ ഒരു ആരോ ഡിസൈനും കൂടാതെ ഈ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈനൊക്കെ തന്നെ ഈ ഒരു ടിയാഗോയുടെ പ്രത്യേകതയാണ്. കൂടാതെ സ്കൂപ്പ് ചെയ്ത സീറ്റൊക്കെ തന്നെ കാണാം. ഇപ്പോൾ സാധാരണ ടിയാഗോ എന്ന് ഈ ഒരു കളർ തീമും ഈ ലെതർ ഡിസൈനും മാത്രമാണ് വ്യത്യാസമായിട്ട് പറയാനുള്ളൂ. കൂടാതെ കാര്യമായിട്ട് തന്നെ പറയാനില്ല. പിന്നെ സീറ്റ് ബെൽറ്റൊക്കെ തന്നെ പ്രോപ്പറാണ്. 3 ബെൽറ്റില്ല, 2 ബെൽറ്റേ ഉള്ളൂ. 2 പേർക്ക് ഇരിക്കാനും മൂന്നാമത്തെ ആൾക്ക് സ്കീസ് ഇരിക്കാനും പറ്റുന്നൊരു ഹാച്ച് ബാക്ക് തന്നെയാണ് ടിയാഗോ. ഇനി ടിയാഗോയുടെ അകത്ത് കയറേണ്ടതുണ്ട്. അതിന് മുന്നേ ആ ഒരു മോട്ടർ ഒന്ന് കാണിക്കാം. ഈ ടിയാഗോ .evക്ക് 2 മോട്ടറുണ്ട്. 2 മോട്ടർ എന്ന് പറയുമ്പോൾ 2 പവർ ഓപ്ഷനുള്ള മോട്ടറുണ്ട്. അതായത് ഇത് 55 കിലോ വാട്ടാണ്. കൂടാതെ മീഡിയം റേഞ്ചിന് 45 കിലോ വാട്ടാണ്. അപ്പോൾ 55 കിലോ വാട്ട് 45 കിലോ വാട്ട് 2 ബാറ്ററി ഓപ്ഷൻസ് കൂടി ഈ ഒരു ടിയാഗോ .evയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു മോട്ടറൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട്, കൂടാതെ ഹൈ പവർ കേബിളിൻ്റെ ആ ഒരു ഓറഞ്ച് കളർ നമുക്ക് കാണാം. കണ്ടോ, ഈ ഒരു ബാറ്ററി സാധാരണ ആ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ്. അതായത് പവർ ട്രെയിൻ ഒഴിച്ച് എല്ലാം തന്നെ ആ ഒരു ബാറ്ററിയിലാണെന്നുള്ളതാണ്. ഇനി ഈ ഒരു ബോണറ്റ് അടയ്ക്കാം നമുക്ക്. അതായത് ഈ ടിയാഗോ EV എന്ന് പറയുന്ന ടിയാഗോ ഇലക്ട്രിക്കിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സീറ്റുണ്ട്. അത്യാവശ്യം നല്ല പ്ലഷായ സീറ്റാണ്. അത്യാവശ്യം ഇരിക്കാനൊക്കെ അത്യാവശ്യം സുഖമുള്ള സീറ്റാണ്. കാരണം ഈ സീറ്റിൻ്റെ ഒരു ഡിസൈനും ആ ഒരു കാര്യങ്ങളൊക്കെ കൊള്ളാം. സ്റ്റിയറിങ്ങിന് ആ ഒരു ഫ്ലാറ്റ് ബോട്ടം ഉണ്ടെന്ന് കാണാം. കൂടാതെ ഗ്രേ ഇൻസൈഡ് ഉണ്ട്. കൂടാതെ ഈ ഒരു കൺട്രോൾസൊക്കെ തന്നെ കാണാം. ഇനി ആ ഒരു ബ്ലൂ ലൈനിങ് ഉണ്ടല്ലോ, EVയുടെ ആയിട്ടുള്ള ബ്ലൂ ലൈൻ, അത് ഈ വണ്ടിക്കകത്ത് എമ്പാടും ഉണ്ട്. അകത്തും പുറത്തും എമ്പാടും ഉണ്ട്. പകത്താണെങ്കിലും ഈ ഒരു ലൈൻ കാണാം. കൂടാതെ മീറ്റർ കൺസോളിൻ്റെ ലൈൻ കാണാം. ഇനി അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു ലൈൻ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെയും ആ ലൈൻ കാണാം. കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ആണ് ഈ ഒരു ടാറ്റ ടിയാഗോ .evക്കുള്ളത്. അപ്പോൾ ഈ ഒരു EV ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോഴേ മീറ്റർ കൺസോൾ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, അതായത് മീറ്റർ കൺസോൾ EVക്ക് വേണ്ടി കോൺഫിഗർ ചെയ്തപ്പോൾ ആ ഒരു ഡ്രൈവ് മോഡും റീജൻ മോഡും കാണാം. 4 വിധത്തിലുള്ള റീജൻ ഉണ്ട്. കൂടാതെ ബാറ്ററി ചാർജ് ഇവിടെ കാണാം. ഇനി മുകളിലായിട്ട് കാണുന്നതാണ് ആ ഒരു റീജൻ ബാറ്ററിയുടെ. അതായത് 3 വിധത്തിൽ 4 വിധത്തിൽ റീജൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഗ്രാഫാണ് കാണുന്നത്. അതൊന്ന് കൂട്ടി നോക്കട്ടെ. ഞാനവിടെ സ്വിച്ച് നോക്കിയിട്ട് കൂട്ടാം. അതായത് ആ ഒരു റീജൻ നമുക്ക് കൂട്ടാൻ പറ്റുന്ന റീജൻ മാറ്റാം. അതായത് ഇപ്പോൾ 2, 3, 4 വിധത്തിലില്ല, 3 വിധത്തിലാണ് റീജൻ. അതായത് 3 വിധത്തിലും 0 കണ്ടോ. അപ്പോൾ 4 വിധത്തിലല്ലേ. കൂടാതെ ഗിയർ ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ചാർജിങ്ങും എത്ര കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ട്രിപ്പ് A, ട്രിപ്പ് B, ക്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ മീറ്റർ കൺസോൾ ഉള്ളത്. ഇനി ഈ ഒരു മീഡിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കാര്യങ്ങളുണ്ട്. കൂടാതെ മീഡിയ സ്ക്രീനിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഹോമിനകത്ത് പോയി നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്ലിംസ് പോലെ ചെയ്യാനേ പറ്റുള്ളൂ. കുറച്ച് സമയത്ത് തന്ന വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ആ ഒരു സെറ്റ് വെച്ചിരിക്കുന്ന അത്യാവശ്യം മനോഹരമായി തന്നെയാണ്. കൂടാതെ ഹസാർഡ് ലൈറ്റിൻ്റെ സിമ്പിൾ കാണാം. കൂടാതെ ഇവിടെ ഒരു ക്രോം ബിച്ചൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇനി ഇതാണ് ആ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് ACയുടെ ആ ഒരു സിസ്റ്റംസ്. അപ്പോൾ ഓട്ടോ AC എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. കൂടാതെ ഇതാണ് ആ ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ ഡ്രൈവ് മോഡും സ്പോർട്ട് മോഡും ആ ഒരു റിവേഴ്സും കാണാം. ഇനി ഒരു USB സോക്കറ്റും ഈ ഒരു 12 വോൾട്ട് സോക്കറ്റും കാണാം. ഇത് തന്നെയാണ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ആ ഒരു കാര്യം. ഇതൊന്നും അല്ലാണ്ട് അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം കുറച്ച് കൗതുകമാണ്. കൂടാതെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് 3.3 കിലോ വാട്ടും 7.2 കിലോ വാട്ടും ചാർജിങ് ഓപ്ഷൻസ് വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അത് മാത്രമല്ല 15 പോയിന്റിൽ നമുക്ക് എവിടെയും ചാർജ് ചെയ്യാന്നുള്ളൊരു ഗുണമായിട്ട് കാണാം. 2 ഓപ്ഷൻസ് ഉണ്ട്, 45 കിലോ വാട്ടും 55 കിലോ വാട്ടും. കൂടാതെ 8,48,000 രൂപ തുടങ്ങിയിട്ട് ആ ഒരു പ്രൈസ് അവസാനിക്കുന്നത് 11 ലക്ഷത്തി സംതിങ്ങിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാരൻ്റെ EV എന്ന നിലയ്ക്ക് ആ ഒരു കുറഞ്ഞ റേഞ്ചിൽ ഈ മതിയോ, സിറ്റി യൂസിനൊക്കെ ധാരാളമായിരിക്കും. ആ ഒരു 2 മോട്ടറുകളുടെ കാര്യമെന്ന് പറയുന്നത് ആ ഒരു വേരിയൻറ്റ് ഡിഫറൻഷിയേഷനാണ്. അതായത് ലോങ് റേഞ്ചും മീഡിയം റേഞ്ചിന് 19.2 കിലോ വാട്ട് അവർ ആ ഒരു ബാറ്ററി പാക്കാണ്. കൂടാതെ 24 കിലോ വാട്ട് അവറാണ് ആ ഒരു ബാറ്ററി പാക്ക്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരോട് കയ്യെത്തി പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ആ ഒരു പ്രൈസ് മാത്രമല്ല, ആ ഒരു ബാറ്ററി പാക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് വില കുറയ്ക്കാനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ക്ലെവറായിട്ട് തോന്നി. കാരണം നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റും, നമുക്ക് അതിന് റേഞ്ച് ഒന്നും വേണ്ട, സിറ്റി യൂസ് മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഗുണമാണ്. അപ്പോഴും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് 10,79,000 രൂപ എക്സ്ഷോറൂം വരുന്ന XZ പ്ലസ് എന്ന് പറയുന്ന ലോങ് റേഞ്ചാണ്. അതാകുമ്പോൾ റേഞ്ച് ഉണ്ട്, കൂടാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും, കൂടാതെ ആ ഒരു ഓപ്ഷൻസിനകത്ത് എല്ലാം തന്നെ കാണാം. അത് 8,49 ലക്ഷത്തിൽ കിട്ടുന്ന വണ്ടിയേക്കാൾ എത്രയോ ഒരു വാല്യൂ ഫോർ മണി എനിക്ക് ആ വണ്ടി തോന്നി. അതിന് കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാം ടാറ്റയുടെ വണ്ടികളൊക്കെ തന്നെ പവേഡ് ചെയ്യുന്ന സിപ്ട്രോൺ ടെക്നോളജിയാണ്. ഇപ്പോൾ IP16 പോലുള്ള കാര്യങ്ങളൊക്കെ ബാറ്ററി പാക്കിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗുണമായിട്ട് കാണാം. ഇപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ 7.2 കിലോവാട്ട് ചാർജിങ് പോയിന്റിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 3 മണിക്കൂർ 36 മിനിറ്റ് കൊണ്ട് ഏകദേശം 10% മുതൽ ഒരു 100% വരെ ചാർജ് ആകുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ DC ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ 110 കിലോമീറ്റർ റേഞ്ച് കിട്ടാനായിട്ട് ജസ്റ്റ് 30 മിനിറ്റ് ചാർജ് മതി. അത് മാത്രമല്ല 10% മുതൽ 80% വരെ 57 മിനിറ്റിൽ ചാർജ് ചെയ്യുന്നതും ഒരു ഗുണമാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു സേവിങ്സിൻ്റെ കാര്യം കൂടി ടാറ്റ മോട്ടോഴ്സ് പറയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു സാധാരണ വണ്ടിയുടെ ഒരു പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ ഏകദേശം 7,000 രൂപയോളം ചിലവ് വരുന്ന കാലത്ത് അല്ലെങ്കിൽ സമയത്ത് ഈ ഒരു ഇലക്ട്രിക് വണ്ടി ഒരു മാസം നമുക്ക് 1,000 രൂപയിൽ ഓടിക്കുക എന്നുള്ളൊരു ഗുണമായിട്ട് കാണും, അല്ലെങ്കിൽ ഗുണമായിട്ട് പറഞ്ഞു, അതൊരു ഗുണമാണ്. പിന്നെ കണക്ടിവിറ്റി ഉണ്ട്. കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എല്ലാ വണ്ടിയും കാണുന്ന ആ സെറ്റ് കണക്ക് ടാപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്തും കാണാം. കൂടാതെ നമുക്ക് ആ ഒരു AC ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനൊക്കെ ആ ഒരു ആപ്പ് വെച്ച് പറ്റും. പിന്നെ ആൾട്രോസ് ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഫാൻസിയാണ്, അതിപ്പോൾ ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. കൂടാതെ സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിത്ത് ഓൾ ഓഫ് ദീസ് സംഗതികൾ കൂടാതെ 45 കണക്ടിവിറ്റി ഫീച്ചേഴ്സും ടാറ്റ ടിയാഗോ EVയുടെ Tiago.EVയുടെ പ്രത്യേകതയാണ്. ഞാൻ ആ ഡൊമൈൻ നെയിം വെച്ച് തന്നെയാണ് ഇതൊരു തീം പിടിക്കുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി എളുപ്പം, അതാണ് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു $1 മില്യൺ ക്വസ്റ്റൻ ഉണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഓടും ഒരു ഫുൾ ചാർജിൽ? അപ്പോൾ ലോങ് റേഞ്ച് വേർഷൻ 315 കിലോമീറ്ററും ആ ഒരു മീഡിയം റേഞ്ച് 250 കിലോമീറ്ററാണ് റേഞ്ച്. കൂടാതെ IP16 അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൂടാതെ ആ ഒരു 8 വർഷത്തെ ആ ഒരു വാറൻറ്റി കൂടി ബാറ്ററിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബാറ്ററി പാക്ക് വന്നാൽ ബൂട്ടിനകത്ത് സ്ഥലമുണ്ടെന്നുള്ളതാണ്. നമുക്ക് നേരെ ആ ഒരു ഹാച്ചും തുറന്ന് നോക്കാം. ഈ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 2 ബാറ്ററി പാക്കുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബൂട്ട് തുറക്കാനായിട്ട് ശരിക്കും ഇവിടെ ലിക്വിഡ് സെൻസർ ഉണ്ട്, അതിലങ്ങ് പ്രസിദ്ധം തുറക്കാം. അതായത് വിസിബിളി വലിയൊരു ബൂട്ടിന് കുറവൊന്നും തോന്നുന്നില്ല, പക്ഷേ ഈ ലോഡിൽ ഇപ്പോൾ ഒരു ഇത്തിരി ഉയർത്ത് തോന്നി, അത് ബാറ്ററി പാക്കിൻ്റെയാണ്. കൂടാതെ ഈ ഒരു ചാർജർ കണ്ടോ, ഇതാണ് ഹോം ചാർജർ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർജർ, ഇതാണ് ഹോം ചാർജർ. നമ്മൾ ഈ ചാർജർ നെക്സോൺ EVയിൽ കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മാറ്റ് പൊക്കി കഴിയുമ്പോഴേ ആ ഒരു ടയറിൻ്റെ സിറ്റുവേഷൻ കൂടി നോക്കട്ടെ. കണ്ടോ, ഇത് ബാറ്ററി പാക്കാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ട്, ഇതിന് സ്പെയർ വീൽ ഇല്ലേ എന്നുള്ളത്. സ്പെയർ വീലിന് പകരം ഒരു പഞ്ചർ കിറ്റ് ആയിരിക്കും കിട്ടുക. അതായത് ആ ഒരു സ്പെയർ വീലിൻ്റെ സ്ഥാനത്താണ് ആ ഒരു ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെയർ വീലിന് പകരം ഒരു പഞ്ചർ കിറ്റ് ആയിരിക്കും ടാറ്റ മോട്ടോഴ്സ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ആ ചാർജിങ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ ആ ഒരു ചാർജിങ് സോക്കറ്റ് എല്ലാം തന്നെ ഗ്ലോബലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി കാണാം. അപ്പോൾ NCAP 4 സ്റ്റാർസ് ഉള്ള ഒരു വണ്ടി കൂടിയാണ് ടിയാഗോ. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. കൂടാതെ ഈ വണ്ടിയുടെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറയുന്നത് സാധാരണക്കാരന് കയ്യെത്തി പിടിക്കാവുന്ന നിലയ്ക്ക് ഒരു EV കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ അപ്രാപ്യമായൊരു കാലത്ത് നിന്ന് ഒരു 10 ലക്ഷം രൂപ താഴെ നമുക്കൊരു EV കിട്ടുന്നു എന്നുള്ളത് ഈ ഒരു വണ്ടിയുടെ ഒരു ഹൈലൈറ്റാണ്. അത് തന്നെയാണ് ടിയാഗോയെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പ്രിയപ്പെട്ട EV ഒക്കെ മാറ്റാൻ പോകുന്നത്. ഇനി ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. അതായത് ക്രൂയിസ് കൺട്രോൾ അടക്കം എല്ലാം തന്നെ ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി ഓൺ ചെയ്യട്ടെ. സിപ്ട്രോൺ ലോഗോയുടെ മീറ്റർ ഓണായി വന്നു. എനിക്ക് നോക്കേണ്ടത് ഈ ഒരു ഹർമാൻ്റെ സിസ്റ്റമാണ്, ഇതിൻ്റെ റെസ്പോൺസാണ്. അപ്പോൾ എല്ലാം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, റേഡിയോ, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വലതുവശത്തായിട്ട്, ഈ ഒരു മീഡിയ സ്ക്രീനിൻ്റെ വലതുവശത്ത്, എന്നാൽ സ്റ്റിയറിങ്ങിൻ്റെ ഇടതുവശത്തായിട്ട് കാണാം. ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇത് ലോക്ക് ചെയ്യാനും ഇതാ ഒരു ചാർജിങ്ങിൻ്റെ ലോക്ക് തുറക്കാനുള്ളതാണ്. കൂടാതെ ഇത് ഫോഗ് ലാമ്പും, ഇത് റീജൻ്റെ അപ്പ് ആൻഡ് ഡൗണും. ഇത് നമുക്ക് ബൂട്ട് തുറക്കാൻ പറ്റും. ഇനി താഴെ കാണുന്നതിനോട് ഞാൻ പറഞ്ഞു, ഗ്ലോ ബോക്സ് എന്ന് പറയുന്നത് ആ ഒരു ലിഡ് തുറന്നാൽ ഗ്ലോ ബോക്സിൻ്റെ ഒരു വലുപ്പം കാണാം. കൂടാതെ വലിയ ഗ്ലാസ് ഏരിയയും ആ ഒരു മിററും കാണാനുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യപ്പെടുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ നമ്മൾ ഇന്നലെ അറിയാലോ. അപ്പോൾ ടാറ്റ ടിയാഗോ.EVക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.